മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ലോകരക്ഷകനായ ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിക്കായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. മംഗളവാർത്താകാലത്തിലെ സ്വയം ദാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മന്ത്രധ്വനികൾ മുഴക്കിക്കൊണ്ട് വീണ്ടും ഇതാ ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുന്നു. ഏവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, സാന്താക്ലോസും ക്രിസ്മസ് ട്രീയും നക്ഷത്ര ദീപങ്ങളുമെല്ലാം ഉണ്ണി യേശുവിനെ വരവേൽക്കുവാനായി ഒരുങ്ങിക്കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞ് പെയ്യുന്ന മാമരം കോച്ചുന്ന ബത്ലഹേമിലെ കുന്നിൻ ചെരുവിൽ മാലാഖമാർ ഏറ്റുപാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് വിണ്ണിലെ മാലാഖമാർ ഏറ്റുപാടിയ സദ്വാർത്തയുടെ അനുസ്മരണമാണ് ഓരോ ക്രിസ്മസും. രക്ഷയുടെയും പ്രതീക്ഷയുടെയും സദ്വാർത്തയുമായി, സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുന്നു. മനുഷ്യപുത്രനായ ഈശോ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന സുന്ദര മുഹൂർത്തമാണത്. ആഘോഷങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയതയെ വീണ്ടെടുക്കുവാൻ, ഉള്ളവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി യേശുവിന് വേണ്ടി ഒരു നല്ല പുൽക്കൂട് ഒരുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിനെ പോലെ ലോകത്തുണ്ടാവുന്ന ഓരോ പിറവികളും ലോകത്തിന് പ്രകാശം പരത്താനുള്ളതാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എളിമയുടെ പ്രതീകമാണ് നമ്മുടെ ഈശോ. ആ ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് എളിമയുടെ ഒരു ഉദാഹരണമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ നല്ല ഇടയനായ ഈശോ. ആ ഈശോയെ പോലെ അവിടുന്ന് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും നമുക്ക് മുന്നേറാം. ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. ക്രിസ്മസിന്റെ ഓരോ പുലരികളിലും നമുക്ക് ക്രിസ്മസിന്റെ സന്ദേശം ലോകത്തിൽ പകർന്നു നൽകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അലയൊലി